ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗ്രീറ്റി സിക്സ്. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം അജു. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളൊരു കിടിലൻ വീഡിയോ ആണ് ജോളോ ചിപ്പ്. വേൾഡിൽ തന്നെ ഏറ്റവും എരിവ് കൂടിയ ചിപ്പായ ജോളോ ചിപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. എല്ലാവർക്കും സിമ്പിളെന്ന് വെച്ചാൽ കട്ട സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കാന്താരി മുളക്, ഒരു പൊട്ടറ്റോ, പകുതി നാരങ്ങ, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഗൈസ്, അപ്പോൾ നമുക്കിനി ഇതൊന്ന് പ്രിപ്പയർ ചെയ്യാം ഓരോന്നായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കാന്താരി മുളക് എടുക്കാം. നല്ല ചുവന്ന കാന്താരി മുളക് തന്നെ എടുക്കാം. അപ്പോൾ നല്ല എരിവായിരിക്കും. അപ്പോൾ കുറേ കാന്താരി മുളക് ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചൊന്നെടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മളിത് ചതച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നടുക്ക് വെച്ച് പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ പകുതി മതി. ഗൈസ്, അപ്പോൾ ഇനി നമുക്കിതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല കിടിലൻ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോളോ ചിപ്പ് നല്ല കിടില ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല ഒന്നുണ്ടാക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോസിലെല്ലാം തേക്കാൻ വേണ്ടി കുറച്ച് മസാല ഒന്നും ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മുളക് പൊടി. ഇതൊന്ന് കാശ്മീരി മുളക് പൊടിയല്ല. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണ്. സാധാരണ മുളക് പൊടിയാണ്. അതിന് നല്ല എരിവ് കൂടിയ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. അതോടൊപ്പം കുരുമുളക് പൊടിയും ഒന്ന് തട്ടാം. ഉപ്പ് നമുക്ക് ഇത്രയും മതി. കുറച്ചുകൂടെ കുരുമുളക് പൊടി കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചുകൂടെ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ ഇത് തികഞ്ഞില്ല, കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പേസ്റ്റ് അരച്ച് വെച്ച കാന്താരി മുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഗൈസ്, അപ്പോൾ ഇനി നമുക്കിതിലൊരു നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ആ നാരങ്ങ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൽ കുരു തന്നെ കളയാം. കുരു ഇല്ലാത്ത തന്നെ നമുക്ക് വേണം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിനെ അപ്പോൾ അതാ നമ്മൾ കിഡിലായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോസിലെല്ലാം ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസിലെല്ലാം നമുക്കൊന്ന് ഇതൊന്ന് നല്ല കിഡിലായിട്ടൊന്ന് തേച്ചെടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഈ 5 പീസിൽ മാത്രമേ മസാല വെച്ചിട്ടുള്ളൂ. മസാല അപ്പോൾ ഇത്രയും നമുക്ക് തികഞ്ഞുള്ളൂ. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് കുറച്ച് സമയം ഒന്ന് വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ളത് കാണാം. ഗൈസ്, അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലിട്ട് സൺഫ്ലവർ ഓയിലാണ് നമുക്കിതിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. സൺഫ്ലവർ ഓയിലിട്ട് തന്നെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ജോളോ ചിപ്പ് ഇതാ കിഡിലായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കിഡിലായിട്ട് നന്നായിട്ടാണ് എണ്ണയിൽ കിടന്ന് തിളച്ച് മറിയണയാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് വച്ചിരിക്കണം. നല്ല ക്രിസ്പിയായി കിട്ടുന്നവരെ, ബ്രൗണിഷ് കളറാവുന്നവരെ നമുക്കിത് നന്നായിട്ട് വെയിറ്റ് ചെയ്യും.
ഗൈസ് അപ്പോൾ നമ്മുടെ ജോളോ ചിപ്പ് ഇതാ കിഡിലായിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് നല്ല എരിവാണെന്ന് തോന്നുന്നു, നല്ല പേടിയാവുന്നു. കിഡിലെ എരിവാണെന്ന് തോന്നുന്നു, കട്ടയ്ക്ക് എരിവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ അനിയത്തിയെ കൂടെ വിളിക്കുകയാണ്. ഗൈസ് ഇപ്പോൾ ഞാൻ ഒരു ജോളോ ചിപ്പ് കഴിച്ചു നോക്കുകയാണ്. കണ്ടിട്ട് നല്ല എരിവാണെന്ന് തോന്നുന്നു, കഴിച്ചു നോക്കട്ടെ. എരിയിൽ അത്രയ്ക്ക് എഫക്റ്റ് വന്നു തുടങ്ങിയില്ല. നമുക്കൊന്നും കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ് അപ്പം നല്ല എരി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നല്ല എരിവുണ്ട്, ഭയങ്കര എരിവാണ്, സഹിക്കാൻ പറ്റാൻ നല്ല ഭയങ്കര എരിവാണ്. നാക്കെല്ലാം കത്തിപ്പോകുന്ന കണക്കിനുള്ള എരിവാണ് ഗൈസ്. സഹിക്കാൻ പറ്റുന്ന വെള്ളം കുടിച്ചു നോക്കട്ടെ, നല്ല എരിവാണ്, ഭയങ്കര എരിവാണ്, നല്ല എരിവാണ്. എങ്ങനെ എരിവൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? സത്യമായിട്ട് അഭിനയമൊന്നുമല്ല, നല്ല എരിവാണ്, ഭയങ്കര എരിവാണ് ഗൈസ്. നല്ല എരിവാണ്. ഗൈസ് അപ്പോൾ നമ്മുടെ ജോളോ ചിപ്പ് എന്ന് ഭയങ്കര എരിവായിരുന്നു. നിങ്ങളപ്പം എന്തായാലും മാക്സിമം വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു കിട്ടിലായിട്ടായിരുന്നു ഗൈസ്, അപ്പോൾ നല്ല എരിവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്, വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടേ ഡിസ്ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് മീ അജോ ദ സൈനിങ് ഔട്ട്.